ഹലോ ഹലോ, ഞാൻ സുനി സജീവ്, രവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ വാഴട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് വാഴട്ടെ, നമ്മുടെ രാജ്യത്തിൽ വാഴട്ടെ. ഇപ്പം ഇങ്ങനെ ഈ യുദ്ധഭീഷണി അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ എന്ത് കേട്ടാലും നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് യുദ്ധം ഒന്നും വേണ്ട, സമാധാനം വാഴട്ടെ, നിരപരാധികൾക്കാർക്കൊന്നും കുഴപ്പം വരാണ്ടിരിക്കട്ടെ, സമൃദ്ധി വ്യാപരിക്കട്ടെ. യുദ്ധവും കഷ്ടപ്പാടും ഒക്കെ വന്ന എല്ലാം ഇത് മാറില്ലേ, ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ ആ യുദ്ധത്തിനെതിരായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക്. യുദ്ധം വേണ്ട, നമുക്ക് സമാധാനം, സ്വസ്ഥത വാഴട്ടെ, ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ നമ്മുടെ രാജ്യം. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു വചനം വായിക്കാവേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണേ. ഈ യുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോഴേ ടെൻഷനാണ്. ദൈവമേ, അങ്ങനെയല്ല, വേറെ ഒന്നുമായിട്ടല്ല. എന്നാൽ 2 പിള്ളേർ മരിച്ചെടുക്കണേ കണ്ടപ്പോൾ. റോമർ 8:13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. ഈ ജഡ സ്വഭാവം അത് മരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മരിച്ചുള്ള കാര്യമല്ല. ബൈബിളിൽ അപ്പടി മരിച്ചവർ യേശുക്രിസ്തു പറയാം, മരിച്ചവരെ അടക്കട്ടെ. ആത്മാവില്ലാത്ത, ആത്മീയ വളർച്ചയില്ലാത്ത മനുഷ്യനെ മരിച്ചവർന്നാണ്. ഓർത്തുക്ക് എത്ര മോശമായ വാക്ക്. അവർ ജീവിച്ചിരുന്നാലും മരിച്ചവൻ്റെ കണക്കിലാണ് ദൈവം അവനെ പെടുത്തിയേക്കണേ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യനെ മാത്രമാണ് ദൈവമക്കളായിട്ട് കരുതുന്നുള്ളൂ. അവർക്ക് മാത്രമേ, അവരെ മാത്രമാണ് മനുഷ്യരായിട്ട് കരുതുന്നുള്ളൂ. മറ്റവർ മരിച്ചവർ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ബൈബിൾ പറയുക, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ജഡ സ്വഭാവത്തെ മരിപ്പിക്കണം. നമ്മുടെ അരിശത്തെ, അസൂയേനെ, ഒത്തിരി ഉണ്ട്. അതൊക്കെയാണ് ഈ ക്രിസ്തു യേശു വരുമ്പോൾ നമ്മുടെ കഷ്ടത. എല്ലാവരും പറയും ക്രിസ്തു യേശു വരുമ്പോൾ കഷ്ടത തന്നെയാണ്. കുശുമ്പില്ലാണ്ടിരിക്കുക, ആൾക്കാരുമായിട്ട് അടികൂടാണ്ടിരിക്കുക, എല്ലാം വചനപ്രകാരം ജീവിക്കുക. എൻ്റെ ദൈവം എന്നാ പാടാം. കുറേ നമ്മളങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ പട്ടാളക്കാരെയൊക്കെ എന്തോരം മരിക്കും അവരുടെ ആ ക്യാരക്ടർ എങ്ങനെ ആക്കണേ. അപ്പോൾ അങ്ങനെ ഒരു നേഴ്സിംഗ് കൊച്ച് എന്തോരം ഇങ്ങനെ ആയിട്ട് ആ കൊച്ചിനെ അങ്ങനെ ഓരോന്നും നമ്മൾ കുഞ്ഞിലേ ശീലിച്ചാൽ നമുക്ക് ആ ക്യാരക്ടർ തന്നെ ആയിക്കോളും. കുഞ്ഞിലേ മുതൽ യേശുവിനെ, ഞാൻ പൗലോനെ എപ്പോഴും യേശുവിൻ്റെ സ്വഭാവം, ദേഷ്യമില്ല പൗലോന് എന്നൊക്കെ പറഞ്ഞാൽ പൗലോന് ദേഷ്യമൊക്കെ പെടുമെങ്കിൽ നമ്മളങ്ങനെ പറയണ്ട. യേശുവിൻ്റെ അതേ സ്വഭാവം. ഞാൻ ചോദിക്കും ആരുടെ മുത്താ പൗലോ എന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചാൽ മാത്രം പറയും യേശപ്പയുടെ മുത്താണ്. അവരൊക്കെ ചോദിക്കും പറയും പപ്പയുടെ മുത്താണ്, അമ്മയുടെ മുത്താന്നൊക്കെ. എന്നോട് ചോദിക്കുമ്പോൾ അറിയാവന് ഞാൻ യേശപ്പയുടെ മുത്താണെന്ന് അവൻ പറഞ്ഞാലേ എനിക്ക് സന്തോഷമാകുള്ളൂ. അവൻ ആൾ ഭയങ്കര. നിങ്ങൾ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാവുന്നു. ഈ ബൈബിളിലുള്ള വാഗ്ദത്വം, അനുഗ്രഹമൊക്കെ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് അറിയപ്പെടണം. അല്ലേ? സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവമക്കളെന്നറിയപ്പെടും. അപ്പോൾ ആ സമാധാനം ഉണ്ടാക്കുന്നവരെ പിശാചിൻ്റെ മക്കളെന്നറിയപ്പെടും. അപ്പോൾ നമുക്ക് ദൈവമക്കളായാൽ പോരെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെയാണ്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് സമ്മാനം കൊടുക്കുകയുള്ളൂ. ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കും ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ 10-ാം തീയതി ഞെരക്കെടുക്കണേ അതിൻ്റെ ഇങ്ങനെ. അപ്പോൾ ഡയമണ്ട് റിങ് കിട്ടണതൊക്കെ 10-ാം തീയതി ഞെരക്കെടുപ്പ്. അപ്പോൾ അത് നമ്മളത് ഓരോരുത്തരുടെ സമ്മാനം നോക്കുമ്പോൾ അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് സമ്മാനം കൊടുക്കുള്ളൂ. ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ കുർത്തയുടെ ഒത്തിരി വെറൈറ്റി കുർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ കുർത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര വെറൈറ്റിയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം കുഞ്ഞൂന് ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ട്രെൻഡ്. ഇവിടെ ഇച്ചിരി നിറച്ചിൽ വെച്ച് ഇങ്ങനെ ഇതുള്ളത് അടിപൊളിയാണ്. കുഞ്ഞൂന് സ്ലിറ്റ് ഇല്ലാത്തത് തയ്ച്ചിങ്ങനെ. പാൻറ്റ് കൊണ്ടല്ലേ, പാൻറ്റ് ചുറ്റും എലാസ്റ്റിക്കുള്ള പാരൽ പാൻറ്റ് കേട്ടോ. എത്രയാണ്? 1390. ലാർജ് തൊട്ട് 3XL വരെ കേട്ടോ. നല്ലതാട്ടോ, നല്ല ഹാൻഡ്ലൂം കോട്ടൺ. രണ്ട് ഷെയ്ഡ്, നല്ല ക്രോസ് സ്റ്റിച്ചിൻ്റെ നല്ല ബോർഡർ ഡിസൈനും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. കുഞ്ഞോനിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൈക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കൈ ഇങ്ങനെ ഒരു കുഞ്ഞ് പഫ് വെച്ചിട്ട്, കുഞ്ഞ് പഫ് എന്ന് പറയാനില്ല, അരികത്ത് എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാലിൻ്റെ ഇടയിലൊന്നുമില്ല. 1390 ഉള്ളൂ. നല്ല എന്നാ കനം കുറവല്ലേ. മൽക്കോട്ടൻ്റെ പ്രിൻ്റഡ് സൈഡ് ഓപ്പൺ ഉണ്ട്.
ഇവിടെ ഞെറുവൊന്നുമില്ല കേട്ടോ. ഇനി ചിലർക്ക് ഇവിടെ ഞെറുവുള്ളത് ഇഷ്ടമല്ല. സെയിം ടോപ്പും ബോട്ടവും കോൾ സെറ്റ് 1399. ഇത് പെട്ടെന്ന് തീരൂട്ടോ. ഇങ്ങനെ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒട്ടും കനയില്ല. നെല്ലടിക്കാൻ ഈ ബോട്ടം അടിയിൽ സെയിം കളറല്ലേ ഇറങ്ങേ. സൈഡ് ഓപ്പൺ ആട്ടോ. അങ്ങനെ നെല്ലൊന്നും അടിക്കില്ല. ഇങ്ങനെ നോക്കാൻ ആരും വരാനൊന്നും നമുക്കുള്ള ചിന്ത. നമ്മളൊന്നും ആരും അങ്ങനെയൊന്നും ഇപ്പോൾ ആരും വീക്ഷിക്കില്ല. പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കി എന്ത് ലൈവായിട്ട് കാണാം. പിന്നെ ഇപ്പം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പണ്ടൊക്കെ അടുത്തേക്കടെ വരുമ്പോൾ വൃത്തിയോടൊക്കെ പറയില്ലായിരുന്നു ആൾക്കാർ. എങ്ങനെ ആരും പറയണ്ടോന്ന് ശ്രദ്ധിച്ചു നോക്കി. ചേഞ്ചായി. മീഡിയം തൊട്ട് 3X വരെ കേട്ടോ. 3 കളറുണ്ട് ഇതിൻ്റെ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയൽ. ഒട്ടും കനയില്ലതേ. നെള്ളും അങ്ങനെ അടിക്കില്ല. അതേ കേട്ടോ. കനെന്ന് പറഞ്ഞാൽ ഇല്ല. ലൈനിങ് ഇല്ല കേട്ടോ. ചിലരൊക്കെ ചോദിക്കും ഇതിനൊക്കെ ലൈനിങ്. ഇതിനൊക്കെ ലൈനിങ്. ഇപ്പം എൻ്റെ ഇതൊക്കെ ഇട്ടേക്കണതൊക്കെ സിൽക്ക് ചുരിദാർ. ഇതിനൊക്കെ ലൈനിങ് ഇട്ടില്ല ഇങ്ങനെ അടിക്കുന്നിടം പിഞ്ചിപ്പോവും. ഇതൊക്കെ കോട്ടൺ അല്ലേ. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ചൂടത്തൊക്കെ ലൈനിങ് ഇല്ലാണ്ട് സൂപ്പർ ഇതല്ലേ. നല്ല പാറ്റേണോ. ഇടാനും സുഖം. 1390. ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ബ്ലാക്കോ വൈറ്റോ ഷോളിടാം. ഇതുണ്ടോ ഫുൾ എംബ്രോയ്ഡറി കേട്ടോ. നല്ല മൽ കോട്ടൺ തുണിയിലാട്ടോ. അല്ല സ്ലബ് കോട്ടണിലാണ്. ഫുൾ എംബ്രോയ്ഡറി ആട്ടോ. ഇത് ഫുൾ എംബ്രോയ്ഡറിയാണ്. ബോട്ടം ഉണ്ട്. ബോട്ടത്തിൻ്റെ ഇടയിൽ ലേസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബോട്ടത്തിൻ്റെ ഇടയിൽ ലേസ് വർക്കൊക്കെ ഉണ്ട്. ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയുള്ള ബോട്ടം 1399. മീഡിയം തൊട്ട് 3X വരെ. നല്ല നല്ല ലെങ്ത് 47 ചെറുപ്പമുണ്ട് കേട്ടോ. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇടുമ്പോഴായാലും നല്ല കറക്റ്റ് ഷേപ്പും ഒക്കെ. ഷോള് നോക്കിയേ. ഫുള്ള് നല്ല ഷോളിൻ്റെ മെറ്റീരിയലും കേട്ടോ. ഫുൾ അതിലൊരു കുഞ്ഞ് സീക്വൻസ് വർക്കും ഉണ്ട്. 290. കുറേ ഷോൾഡർ ഇട്ടോ. ഇതോണ വെറൈറ്റി. 290. റെഡ് 290. ഇപ്പം ഇങ്ങനെ ഈ ഷോളിൻ്റെ കളർ നോക്കുന്നവർ ഒരു കളർ കിട്ടിയാൽ മതി. ഏതെങ്കിലും മെറ്റീരിയലിൽ 290. അങ്ങനെയൊക്കെയല്ലേ ഷോൾ നോക്കണം. 290. ഇതാ 250യുടെ നമ്മളെപ്പോഴും കൊടുക്കണേ. അതിൻ്റെ തന്നെ കുഞ്ഞ് സീക്വൻസ് ആണോ അത്? കുഞ്ഞ് അതന്നെ കുഞ്ഞ് കുത്തുപോലെ അല്ലേ? സീക്വൻസ് ആണോ? അല്ലാന്നോ? അതെയോ അതെയോ? അത്രയും കുഞ്ഞ് സീക്വൻസ് ഉണ്ടോ? മണൽപ്പരി പോലെ. നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പിന്നെ അങ്ങനെ ആനിവേഴ്സറി ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്താ ഒന്നും ചെയ്തില്ല. പക്ഷേ ടെൻഷൻ. ഇവിടെ റോഡ് പണിയൊക്കെ ആയിരുന്നു. അതിൻ്റെ വലിയ വിഷമവും ഇതും അതും ഇതും. അതിൻ്റെ ഓട്ടവും വിളിയും ഒന്നും വിളിക്കാനും പറ്റിയില്ല ആരെയും. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് യേശുവിനെ നടത്തി തന്നു കേട്ടോ. ലൈലാക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. ഒത്തിരി പേര് സ്കീമിലൊക്കെ കൂടി കേട്ടോ. എന്നും അതൊരു വലിയ സുഖാട്ടോ. എന്നും സ്കീം തീർന്ന ആൾക്കാരെ 11 ഇപ്പോൾ ഒരു വർഷമായില്ലേ. 11 മാസം എങ്ങനെ തീർന്ന് 12-ാം മാസം ഇപ്പോൾ സ്വർണ്ണം എടുക്കാൻ പറഞ്ഞ എന്നും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവരും രണ്ടാമത് അപ്പം തന്നെ തുടങ്ങി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ലാഭമൊക്കെ കിട്ടി. വില ഇങ്ങനെ കൂടിയ കാരണം അപ്പോൾ സ്കീമിൽ കൂടുക. ഇപ്പോൾ സ്വർണ്ണമൊക്കെ ഇത്രയും വില വരില്ലേ. നല്ല ഗ്രീൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്കീമിൽ കൂടി. അപ്പോൾ എൻ്റെ കസിൻസ് അവൾക്കൊന്നും സ്വർണ്ണം വേണ്ട. എന്നിട്ട് പറയുന്നത് ആ സ്കീമിൽ കൂടിയൊക്കെ അടുത്ത വർഷം ഒന്ന് വിളിച്ച് ആനിവേഴ്സറിക്ക് വിളിക്കുമ്പോൾ കുറേ സ്വർണ്ണം എടുക്കാമല്ലോ. വിളിക്കുമ്പോൾ എന്തെങ്കിലും എടുക്കണല്ലോ. എന്നാൽ പിന്നെ ഒരു സ്കീമിൽ കൂടിയേക്കാന്ന് പറഞ്ഞേ. സ്കീമിൽ കൂടി അറിയാണ്ട് ചെറിയ ചെറിയ പൈസ ഇങ്ങ് ഇടുമല്ലോ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഒക്കെ ആൾക്കാർക്ക് കുറേ കിട്ടും. കണ്ടോ നല്ല പാറ്റേൺ ആട്ടോ. നല്ല പാറ്റേൺ. ഇവിടെ ഒരു കുഞ്ഞ് ഫ്ലീസ് പോലെ ഒരു മടക്ക് മാത്രം ഇട്ടിട്ടുണ്ട്. ഇത് നല്ല രസം. പ്ലെയിൻ ബോട്ടം, ബാക്കിൽ എലാസ്റ്റിക്. നല്ല രസമുള്ളൊരു സെറ്റ്. 1399 ഉള്ളൂ കേട്ടോ. ഇതൊക്കെ
ബാക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ സൈഡ് ഓപ്പണുമാണ്. ബാക്ക് ഇങ്ങനെയാണ്, നല്ല കോഡ് സെറ്റുകളാട്ടോ. ഫോട്ടോ അന്വേഷിച്ച് നടക്കണ്ട. ഇത് ഈ റയോണിൻ്റെ കൂടി തന്നെ 2-in-1 എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള കളറും നമുക്ക് റണ്ണിങ് കൊണ്ടുവന്നാൽ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡ് വിറ്റ് പോകാറുണ്ട്. 750. ഇത് ടോപ്പ് മാത്രമല്ലേ? ഇത് റയോൺ, പണ്ടൊക്കെ റയോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് അവശത പിടിക്കും. ഇത് അതൊന്നുമല്ല, ഇത് കൂടിയതാണ്, ഇടാൻ ഭയങ്കര സുഖമാണ്. ഇത് കാരണം ഇതിന് ഭയങ്കര ചിലവാണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ. അതിന് 2 കളറുണ്ട്. പിന്നെ തേക്കൊന്നും വേണ്ട, ഇടാൻ ഭയങ്കര സുഖം. നല്ല കളേഴ്സ്, നല്ല ഇത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ, ഒന്നും. സൈഡ് ഓപ്പൺ ആണ്. കോട്ടൺ ടോപ്പും ബോട്ടവും ഷോളും കൂടെയുള്ള 3 പീസിൻ്റെ ആട്ടോ. നല്ല സെറ്റ് ബോട്ടം. ഇതിന് 1399 ഉള്ളൂ. പ്യുർ കോട്ടൺ, നല്ല യോക്കിലിങ്ങനെ ചെറിയൊരു വർക്കും ഉണ്ട്. ഷോള് പീച്ച് കളർ, മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ 1399. നമുക്ക് യേശുവിൻ്റെ കൃപയ കുർത്തയ്ക്ക് ഭയങ്കര ഓൺലൈനിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. വെബ്സൈറ്റിൽ അതിന് 3/4 എടുത്ത് തീരും. പിന്നെ ഓൺലൈൻ എൻക്വയറി നമ്പറില്ലേ, വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ അതിൽ. പിന്നെ കസ്റ്റമർ ഒത്തിരി ഉണ്ട് നമുക്ക് കുർത്തയ്ക്ക്. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് വന്നു എടുത്തിട്ടു ആഘോഷിച്ച് ഒന്ന് പോകാമല്ലോ. 1399. തയ്യക്കാരുടെ പുറകെ സമയം കളയണ്ട. ഇങ്ങനെയൊക്കെ ഇത് കണ്ടോ, യോക്കിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ലൈനിങ് ഇല്ല, സൈഡ് ഓപ്പൺ തന്നെ. കയ്യിലും വെച്ചിട്ടുണ്ട്. ബോട്ട ഇങ്ങനെ യോക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ തടിയൊക്കെ ഉള്ളവർക്ക് ഷോൾ ഇടാണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കംഫോർട്ടാട്ടോ. 1190. ഇതിന് വില കുറവാട്ടോ, 1199 ഉള്ളൂ. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ 1199. എല്ലാം പ്രിൻ്റ് അടുപ്പിച്ച് കാണിച്ചു. ഇതൊക്കെ എംബ്രോയിഡറി. ബാക്ക് ഇങ്ങനെയാട്ടോ. 11. നല്ല യെല്ലോ, നല്ല ഫേസിന് കളർ കിട്ടണമല്ലോ. 2 കളർ നല്ല. ഈ ഷോളൊക്കെ പണ്ട് നമ്മൾ വീഡിയോ ഇട്ടേക്കണതാ. സിൽക്കിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് പോലെ നല്ല ഷോളുകളാട്ടോ. 450 കേട്ടോ. ഫോട്ടോ എടുത്തായിരുന്നോ? 450 കേട്ടോ. കനമൊന്നുമില്ല, നല്ല ഷോള്. എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്ന ഷോളാട്ടോ. ഇങ്ങനെ പ്രിൻ്റ് ഷോള്. വില വലിയ കാര്യമായിട്ടില്ലല്ലോ ആൾക്കാർക്ക്. ഞാൻ വില വലിയ കാര്യമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ 450 രൂപ ഞങ്ങൾക്ക് വലിയ ഞങ്ങൾക്ക് വലുതാന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ഇടരുത് കേട്ടോ. എനിക്കും ഭയങ്കര വലുതാണ് എല്ലാ കാര്യവും. ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയേക്കണ കാശ്, അത് കാരണം എനിക്കും കാശിന് നല്ല വിലയുള്ളതാണ്. അപ്പോൾ പണിയെടുത്ത് കാശുണ്ടാക്കുന്ന എല്ലാവർക്കും 1 രൂപയ്ക്കും വിലയുണ്ട്. നല്ല സഫറിൻ്റെ കോഫി ബ്രൗൺ. പീച്ച്. യെല്ലോ. ക്രീം. ഓറഞ്ച്. ഈ കുർത്ത നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ട് ഒത്തിരി റീസ്റ്റോക്ക് വെച്ചേക്കണതാണ്. ഇതിൻ്റെ മറ്റേ കളറല്ലേ. ഇത് നല്ല ബാക്ക് പ്ലെയിൻ ഫുൾ എംബ്രോയ്ഡറി ആട്ടോ. കയ്യേലും എംബ്രോയ്ഡറി. 1099. ടോപ്പും ഫോട്ടോടെ. നിങ്ങൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുത്തോട്ടോ. 1099 രൂപയുള്ളൂ. ഭയങ്കര അതേ വല്ല തെറ്റിപ്പോയതാണോ?
1300 കഴിഞ്ഞോണേ. എല്ലാം തെറ്റിപ്പോയെങ്കിൽ ഇങ്ങനെ വെബ്സൈറ്റിൽ ഇത് മാറ്റി ഇത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തിട്ട് വല്ല വില ഇടാം. ഞാൻ സംസാരിക്കാത്ത പോലെ വല്ലോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. സിംലിയോട് 1099 സ്ലബ് കോട്ടണിലാട്ടോ. ഫുൾ എംബ്രോയ്ഡറി അതിൽ ഇത് വർക്ക് നല്ല ഗ്രാൻഡ് സംഭവം. കൈ ഫുള്ള് വർക്ക്. 2 കളറേ ഉള്ളൂ. 1099. അടിപൊളി കളേഴ്സ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എംബ്രോയ്ഡറി അല്ല ഇത്. നിങ്ങൾ ഇതിൻ്റെ വില കേട്ടാൽ ഞെട്ടിപ്പോട്ടോ. 599 കോട്ടൺ ടോപ്പും കോട്ടൺ ഷോൾ കൂടെ. മീഡിയം തൊട്ട് ഡബിൾസിൽ വരെ. നോക്കുന്നത് തയ്യക്കൂലി ഈ തനി കോട്ടൺ അതിനാ ഏതാണ്ട് കേബിൾ കോട്ടൺ അങ്ങനെ ഏതാണ്ട് പറഞ്ഞു കേട്ടോ. ഈ കോട്ടൺ തന്നെ കേട്ടോ. മിക്സിംഗ് ഒന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നൂല. അതേ ഉണ്ടോ. 599 രൂപ. നല്ല കളേഴ്സ് അതിൻ്റെയൊക്കെ. ഇത് റണ്ണിങ് പോലെ വിറ്റിട്ടുണ്ടല്ലേ. 599 രൂപ. നോക്കൂ, ഇതാണെന്ന് നോക്കും. ഇത് പുറത്തുനിന്ന് തന്നെയല്ലേ. അവിടെ വല്ല 10-20 രൂപ കൊടുത്ത് തയ്പ്പിച്ചതായിരിക്കും. ഒത്തിരി ഇങ്ങനെ തയ്ക്കാനിരിക്കുമ്പേ മിഷൻ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ഒത്തിരി ചുരിദാറുകൾ തയ്ക്കുന്നവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വിലയ്ക്ക് അങ്ങനെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വില കുറച്ച് കിട്ടുമോ. 599 സെറ്റ്. നല്ല രസം അത് തയ്ച്ചിട്ടാൽ. ഈ ഷോളും ആദ്യമായിട്ട് നമ്മൾ ഇടുന്ന കേട്ടോ. എന്തൊരു സുഖാണോ. പതുപതുന്ന് 390 ഉള്ളൂ കേട്ടോ. ഇതും വെബ്സൈറ്റിലൊക്കെ ചാടി എടുത്തോട്ടെ. ഇതും പെട്ടെന്ന് തീരും. 390 ഉള്ളൂ. സൂപ്പർ ഷോ. അജ്രപ്രണ്ടിലെ പല കളേഴ്സ്. നല്ല രസമുള്ള ഷോള്. അറ്റത്തൊക്കെ ടാസൽസ് ഒക്കെ ഉണ്ട്. ഇത് അടിപൊളി ഷോൾ. നമ്മുടെ കടയുടെ അപ്പുറം വന്നത് റബേക്ക സന്തോഷം കേട്ടോ. നല്ല കൊച്ചിട്ടോ. ഇങ്ങനെ എല്ലാം സ്മാർട്ടാണ്. കൊച്ചു പക്ഷെ നല്ല ഈ എനിക്ക് പുതിയ തലമുറയോടൊക്കെ ഇങ്ങനെ വലിയ ഹാർഡ് വർക്കിങ്. അവർ മൊബൈലിലല്ലേ പണിയണേ. പക്ഷേ കൊച്ചിങ്ങനെ നടന്ന് ഇങ്ങനെ നല്ല റീൽസ് എടുക്കലും ഇങ്ങനെ ഭയങ്കര. അതുപോലെ ആദ്യം അതിഥി രവിയും വന്നതും ഇങ്ങനെ ഭയങ്കര നല്ല ഇങ്ങനെ സ്വഭാവം. നമുക്ക് തന്നെ അതിശയം തോന്നും. ഇവരെന്ത് നല്ല പെരുമാറ്റമാണ്. പുതിയ തലമുറ ഇത്രയും നല്ലതല്ലോ. തലമുറക്കാരൊക്കെ നല്ല പെരുമാറ്റവും എന്ത് രസമാണ്. ഒരു ഹെഡ് വെയിറ്റും ഇല്ല. നല്ല പെരുമാറ്റം. നല്ല ആടുന്നോട്ടോ. നമുക്കിങ്ങനെ ഫിലിം സ്റ്റാർ ഈ ഫീൽഡിൽ നിന്നൊക്കെ ഒരുമിച്ച് അങ്ങനെയൊക്കെ എനിക്ക് വേണം. നമുക്കൊക്കെ ആയിരിക്കും ജാടയൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജാടയൊക്കെ കാണിക്കണയൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. ഓർത്തായിരിക്കും. നല്ലതായിരുന്നു. അടിപൊളി സംഭവം. ഇത് നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയേക്കണ കേട്ടോ. 1499. ലാർജ് തൊട്ട് 3X വരെ ഇതിടുമ്പോൾ നല്ല രസമാട്ടോ. പണ്ട് നമുക്കടെ കടയിൽ ഒരു 30 വർഷം മുമ്പ് റാനു മെഷീനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഇതുപോലെ തന്നെ ചെരിച്ചെനിക്കുണ്ടായിരുന്നു. ബ്ലാക്കിൽ ഡബിൾ ഷെയ്ഡ് മഞ്ഞ ഓറഞ്ചൊക്കെ ഇട്ടേ ഇങ്ങനെ ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തേ. ഇതുപോലെ സൈഡ് ഓപ്പൺ ആയിട്ട് 30 വർഷം മുമ്പ് സെയിം സെറ്റ് എനിക്കുണ്ടായിരുന്നു ബ്ലാക്ക്. എനിക്കിവിടെ മോട്ടിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു എംബ്രോയ്ഡറി. ഒരെണ്ണം കാണുമ്പോൾ അതേപോലെ വേണം. ഇത് നമുക്കിവിടെ റീസ്റ്റോക്ക് ആട്ടോ. 799. അതിൻ്റെ കുറേ കളറൂടെ കഴിഞ്ഞ തവണ ഇല്ലാത്തത് കിട്ടിയിട്ടുണ്ട്. ലാർജ് തൊട്ട് 3X വരെ. ലൈനിങ് ഒന്നുമില്ല. പക്ഷെ നല്ല ചിക്കൻ കാരി വർക്ക്. നല്ല സൂപ്പർ ലക്നൗ വർക്കിൻ്റെ ഫുൾ ടോപ്പിൽ അതിലൊക്കെ വർക്കുണ്ട്. സൈഡിൽ സ്ലിറ്റിലും ലേസ് വെച്ചിട്ടുണ്ട്. 799 ഉള്ളൂ. നല്ല കളേഴ്സാട്ടോ. എല്ലാം സൈസ്
ലാർജ് തൊട്ട് 3X വരെയുണ്ടേ. ഇങ്ങനെ സിമ്പിൾ കുർത്ത ഇടാനൊക്കെ നല്ല രസമുള്ള കേട്ടോ. നല്ല കളർ ചാർട്ടുള്ള പിങ്ക്, പൗഡർ ബ്ലൂവിൻ്റെ കുടുംബത്തിൽ ജനിച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കഴിഞ്ഞോട്ടെ ഇട്ടിട്ട് പോലെ. പിന്നെ എന്നാ ആ കടയുടെ ഉദാഹരണത്തിന് തന്ന കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എല്ലാം നന്നായിട്ട് പോയിട്ട് ഒരു പ്രാർത്ഥനക്കാരുടെ മേളമായിരുന്നു കേട്ടോ. അതെനിക്ക് ഏറ്റവും സന്തോഷം. യേശുബ്രാൻ തന്ന കട ഫുള്ള് പ്രാർത്ഥന പാട്ടൊക്കെ പാടി നന്ദി യേശുവേ എന്നുള്ള പാട്ട് പാടിയ തുടങ്ങിയേ. അതാണ് കേട്ടോ. എനിക്കത് വലിയ ആഗ്രഹമാണ്. യേശുവിന് നന്ദി പറയണമല്ലോ. നമുക്കെല്ലാം തന്നത് യേശു അല്ലേ. അല്ലാണ്ട് എനിക്കൊരിക്കലും സ്വർണ്ണക്കട തുടങ്ങാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ യേശുപ്പൻ എനിക്ക് തന്നു. അതിലപ്പോൾ യേശുപ്പന് നന്ദി പറയാണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചു ചോദിക്കുക കേട്ടോ, നിങ്ങൾ എന്നാ സുവിശേഷ പ്രഘോഷനാണോ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, മനുഷ്യർക്ക് യേശുവിനെയും കൊണ്ട് ജീവിക്കാം. നിങ്ങൾ തളരരുത്, ആത്മഹത്യയും ചെയ്യരുത്, പൊട്ടത്തരങ്ങൾ കാണിക്കരുത്. യേശു ഭൂമി വന്നത് യേശുവിനെയും കൊണ്ട് ജീവിക്കാനാണ്. യേശു എന്ന് പറഞ്ഞ വചനമാണ്. ആ വചനം പാലിക്കുന്നവർ ദൈവമക്കളാണ്. നമുക്ക് ദൈവമക്കൾക്ക് വേണ്ടിയാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചേക്കണേ. നിങ്ങൾ ആരും ആത്മഹത്യയോ പൊട്ടത്തരങ്ങൾ ചെയ്ത് നമുക്ക് ഒരു പ്രാവശ്യം ഈ അവസരമുള്ള ഭൂമിയിൽ ജീവിക്കാൻ കേട്ടോ. നമ്മൾ ഇങ്ങനെ ജീവിച്ച് കാണിക്കണം. കാരണം ഈ ഘട്ടത്തിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോയതാണ്. ഞാനും മരിക്കണം എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, ഒത്തിരി പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓർക്കുകയേ ചെയ്യരുത് കേട്ടോ. പിശാച് കൊണ്ട് തന്നെ ചിന്ത ഞാൻ യേശുവിലായപ്പോൾ ഞാൻ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കണേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് ആ കർത്തൃത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരും ആവും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.